നമസ്കാരം. ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇലക്ഷന് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പല രീതിയിലുള്ള പ്രഹസനവും നാടകവുമൊക്കെ പബ്ലിക്കായിട്ട് വന്ന് കാട്ടിക്കൂട്ടാറുണ്ട്. ഈ കാട്ടിക്കൂട്ടലുകളൊക്കെ കുറച്ചു നാൾ നമ്മൾ സഹിക്കേണ്ടി വരും. സാധാരണക്കാരുള്ള ജനങ്ങളാണ് ഇതൊക്കെ സഹിക്കാൻ വിധിക്കപ്പെട്ടവർ. അപ്പോൾ അവർക്ക് ജയിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അതിനു വേണ്ടിയിട്ട് എന്തും അവർ വിളിച്ചു പറയും. അങ്ങനെ എന്തും വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? പറ്റില്ല. കാരണം മോറൽ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഇറക്കുന്ന ഒരു സംഭവമാണ്. അതിൽ ഡൂസ് ആൻഡ് ഡോൺസ് പറഞ്ഞിട്ടുണ്ട്. സ്ഥാനാർത്ഥികളായിട്ടുള്ളവരും പിന്നെ ഇലക്ഷന് മത്സരിക്കുന്ന പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള അംഗങ്ങളുമൊക്കെ തന്നെ ഇന്നതൊക്കെ പറയാവുള്ളൂ, ഇന്നതേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇറക്കുന്ന ഒരു സംഭവമാണ്. അതിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്, അത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആണ്. അപ്പോൾ 2-3 ദിവസം മുമ്പ് ഗുരുവായൂർ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിക്കുന്ന BJP കാൻഡിഡേറ്റ് ആയിട്ടുള്ള B. ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഒരു പരാമർശം നടത്തി. പ്രചാരണത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ പരാമർശമാണ്. ആ പരാമർശം മൊത്തത്തിൽ തെറ്റായിപ്പോയി. ഏതായാലും നമുക്ക് ആ പരാമർശം ഒന്ന് കേട്ടിട്ട് വരാം. കൊടുങ്ങല്ലൂരമ്മയുടെ നടയിൽ നിന്ന് ഗുരുവായൂരപ്പന്റെ നടയിലേക്കുള്ള എൻ്റെ വരവ് ഭഗവാൻ ഗുരുവായൂരപ്പൻ വിളിച്ചിട്ടാണ്. കഴിഞ്ഞ അരനൂറ്റാണ്ടായി ഈ ഗുരുവായൂരപ്പന്റെ മണ്ണ് അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും കൈകളിലാണ്. ഒരു ഹിന്ദു MLA ഇടതും വലതും നിർത്തിയിട്ടില്ല. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമാണ് ഗുരുവായൂർ. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഇല്ല? അരനൂറ്റാണ്ട് കാലത്തെ അമ്പലക്കൊള്ളക്കാരുടെയും അമ്പലവിരോധികളുടെയും തടവറയിൽ നിന്നോ ഈ ഗുരുവായൂരപ്പന്റെ മണ്ണിനെ മോചിപ്പിക്കാനാണ് എന്നെ ഗുരുവായൂരപ്പൻ വിളിച്ചിരിക്കുന്നത്. കേട്ടല്ലോ. ഇദ്ദേഹം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും, എല്ലാ സെന്റൻസും ഞാൻ ആദ്യം പറഞ്ഞ മോറൽ കോഡ് ഓഫ് കണ്ടക്റ്റിന് എഗിനസ്റ്റ് ആണ്. ഇദ്ദേഹം എന്താണ് ഇവിടെ ചെയ്തേക്കുന്നത്? ക്യാമ്പയിനിങ് ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ, മതം ഉപയോഗിച്ച് ഇലക്ഷൻ പ്രചാരണം നടത്തി. അദ്ദേഹം ഒരു പരസ്യ വീഡിയോ ചെയ്തതാണ്. പക്ഷേ ആ പരസ്യ വീഡിയോയിലുള്ള എല്ലാ വാചകങ്ങളും തെറ്റായി പോയി എന്നുള്ളതാണ് സത്യം. സുപ്രീം കോർട്ട് സ്ട്രിക്ട്ലി ബാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഇലക്ഷന് മത്സരിക്കുന്ന മത്സരാർത്ഥികൾ ഒരു കാരണവശാലും മതമോ ജാതിയോ ഉപയോഗിച്ചുകൊണ്ട് പ്രചാരണം നടത്താൻ വേണ്ടിയിട്ട് പാടില്ല. എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യം ഒരു സെക്യുലർ സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ സെക്യുലർ ആയിട്ടുള്ളൊരു രാജ്യമാണ്. ഇവിടെ നമ്മൾ സെക്യുലർ സൊസൈറ്റിയാണ്. അപ്പോൾ ഈ സെക്യുലർ സൊസൈറ്റിയിൽ ഇലക്ഷൻ വരുന്ന സമയത്ത് ജനാധിപത്യ രീതിയിലായിരിക്കണം നമ്മൾ ക്യാമ്പയിനിങ് ഒക്കെ നടത്തേണ്ടത്. സെക്യുലർ ആയിട്ടുള്ള ക്യാമ്പയിനിങ് ആയിരിക്കണം നടത്തേണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു കാരണവശാലും മതം പറയുകയോ രാഷ്ട്രീയത്തിൽ മതം കുത്തിത്തിരികുകയോ മതം പറയുകയോ ജാതി പറഞ്ഞുകൊണ്ടോ ഒരു കാരണവശാലും പ്രചാരണം നടത്താൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഇദ്ദേഹം അത് തെറ്റിച്ചു, മൊത്തത്തിൽ തെറ്റിച്ചു. ഇദ്ദേഹം മാത്രമല്ല, അങ്ങും ഇങ്ങും ഒക്കെ നിന്ന് കുറേ ആൾക്കാർ മതം പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതായത് മതം പറഞ്ഞുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ ഒറ്റക്കെട്ടാക്കിയിട്ട് നമ്മുടെ അടുത്തേക്ക് നിർത്തുകയാണ്. പക്ഷേ ഇതിലൊരു വിഷയമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ളൊരു യൂണിറ്റിയെ തകർക്കത്തക്ക രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. ഇവിടെ ഹിന്ദു MLA ഉണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഇന്നയാളുണ്ടോ, ഹിന്ദുക്കളെല്ലാം ഒന്നിച്ചു നിൽക്കണം, ഹിന്ദുക്കൾക്ക് ദോഷമാണ്, ഹിന്ദുക്കൾക്ക് അതാണ് മറ്റേതാണ് മറിച്ചതാണ് എന്ന് പറയുന്നതിലൂടെ അവിടെ ഒരു വേർതിരിവ് സൃഷ്ടിക്കാനല്ലേ നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എത്രയോ പല സ്ഥലങ്ങളിൽ, മുസ്ലിം ഭൂരിപക്ഷമുള്ള പല സ്ഥലങ്ങളിൽ ഹിന്ദു MLA-മാരുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആർക്കും ഒരിടത്തും മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥയാകും. അപ്പം അങ്ങനെയല്ല ഇന്ത്യയിലെ എലക്ഷൻ മുന്നോട്ട് പോകുന്നത്. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ കൂടുതൽ സെക്യുലറിസം മോട്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ ഇത്തരം പരാമർശങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടോക്സിക്കാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാർ ഏറ്റവും കൂടുതൽ എടുത്തുപയോഗിക്കുന്ന ആയുധം മതമാണ്. നേരത്തെ അത്രയ്ക്കില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയക്കാർ ഒളിഞ്ഞും മറഞ്ഞുമൊക്കെ എടുത്തുപയോഗിക്കുന്ന ആയുധം എന്ന് പറയുന്നത് മതമാണ്. ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ചെന്നെത്തുന്നത് മതത്തിലായിരിക്കും. അതിപ്പോൾ ഏത് പാർട്ടിയിലുള്ള ആൾക്കാരെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ, ചില ആൾക്കാർ ഇത്രയും നാളും അമ്പലത്തിലോ പള്ളിയിലോ കയറാത്ത, ഇതുവരെ പ്രാർത്ഥിക്കാത്ത, നിസ്കരിക്കാത്ത ആൾക്കാരൊക്കെ നിസ്കരിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അമ്പലത്തിൽ കയറുന്നു. നമ്മുടെ നാട്ടിലുള്ള ഒരു പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള മെമ്പേഴ്സ് അവർ അമ്പലത്തിൽ പോകാറില്ല, അവർ ദൈവത്തെ പ്രാർത്ഥിക്കത്തില്ല, അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല. പക്ഷേ ഇലക്ഷൻ വരുമ്പോഴേക്കും അവർക്ക് പെട്ടെന്ന് ദൈവവിശ്വാസം വരുന്നു, സ്വാമിയെ ശരണമയ്യപ്പ വിളിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇനി വേറെ ചിലരാണെങ്കിൽ അമ്പലത്തെ വെച്ച് മാത്രമാണ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്, ദൈവത്തെ വെച്ച് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റു ചിലരാണെന്നുണ്ടെങ്കിൽ അത് ഓൺ ദ അതർ ഹാൻഡ് കടിപിടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എന്തൊക്കെ കണ്ടാൽ പറ്റും? അപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരാണ് ഈ മതത്തിൽ ടോക്സിസിറ്റി ഇത്രയും കുത്തി നിറച്ചത്. ഇതിനു മുമ്പ് ഇത്രയും ടോക്സിസിറ്റി ഉണ്ടായിരുന്നില്ല.
അതിനൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിൽപ്പെട്ടിട്ടുള്ള ഒരു സമൂഹത്തിലുള്ള എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ബെനിഫിറ്റ് ഉണ്ടാവത്തില്ല. ഈ പൊളിറ്റീഷ്യൻസിന് അത്ര ബെനിഫിറ്റ് ഉണ്ടാവത്തില്ല. ഈ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു പോളിസി ഉണ്ടല്ലോ, അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണോ വിള്ളലുകൾ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്, വേർതിരിവുകൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്നത്, അപ്പോൾ മാത്രമേ അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവത്തുള്ളൂ. ഇപ്പോൾ ഒരു സമൂഹം, ഒരു സൊസൈറ്റി, അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒന്നിച്ച് ഒത്തൊരുമയോടുകൂടി ജീവിക്കുകയാണ്. അവിടേക്ക് പാർട്ടിക്കാർ വരുവാണ്, ഇലക്ഷന് വേണ്ടിയിട്ട് വരുവാണ്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഉള്ള മതവിഭാഗം ഏതാണ് എന്നുള്ളത് ഈ പാർട്ടിക്കാർ നോക്കും. എല്ലാ പാർട്ടിക്കാരും കണക്കാണ്, ആ ഒരു കാര്യത്തിൽ എല്ലാ പാർട്ടിക്കാരും കണക്കാണ്. എനിക്കൊന്നും ഇപ്പോൾ കേരളത്തിൽ കുറച്ചും കൂടി മതം പറഞ്ഞ് പ്രചാരണം നടത്തുന്നത് BJP ആയിരിക്കും. ബാക്കി എല്ലാവരും നടത്തുന്നുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരും നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ അമ്പലത്തിൽ കയറാത്തവർ അമ്പലത്തിൽ കയറുന്നു, കുമ്പിടുന്നു, പ്രാർത്ഥിക്കുന്നു, പൂജിക്കുന്നു. പള്ളിയിൽ കയറാത്തവർ പള്ളിയിൽ കയറുന്നു. എന്തൊക്കെ നാടകങ്ങളാണ്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു സമൂഹത്ത് എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതലുള്ള മതവിഭാഗം ഏതാണെന്ന് നോക്കും, ഭൂരിപക്ഷം ഏതാണെന്ന് നോക്കും. ആ മതവിഭാഗത്തെ ഉത്തേജിപ്പിക്കത്ത രീതിയിൽ അവിടെയുള്ള ജനങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കത്തക്ക രീതിയിലുള്ള പരാമർശങ്ങൾ ഇത്തരം പാർട്ടിയിൽ പെടുന്ന അല്ലെങ്കിൽ മത്സരാർത്ഥികൾ വന്ന് ഒരു ജംഗ്ഷനിൽ വന്നിരുന്നങ്ങ് പ്രഖ്യാപിക്കും. അവരങ്ങനെയാണ്, അവർ നിങ്ങളെ വേർതിരിപ്പിക്കുകയാണ്, അങ്ങനെ ചെയ്യുവാണ്, ഇങ്ങനെ ചെയ്യുകയാണ് എന്ന് പറഞ്ഞിട്ട് ആൾക്കാരുടെ ഇടയിൽ ഒരു കുത്തിരിപ്പ് ഉണ്ടാക്കുകയാണ്. അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. ഈ കുത്തിത്തിരിപ്പ് ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു സംഭവമായിട്ട് ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറയും. അപ്പം നമ്മുടെ ഇടയിൽ വേർതിരിവുണ്ടാവും. സത്യമാണല്ലോ, അവരങ്ങനെയാണല്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ മതസ്ഥർ നമ്മളോട് ഇങ്ങനെയാണല്ലോ കാണിക്കുന്നത്, ആ മതസ്ഥർ വളർന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ദോഷമാണ് എന്ന രീതിയിലുള്ളൊരു മനോഭാവം ആൾക്കാരുടെ ഉള്ളിലേക്ക് ഉണ്ടാകും. ഇല്ലാത്തവരുടെ ഉള്ളിൽ പോലും ഉണ്ടായിപ്പോകും. അപ്പം അതിനാണ് ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങളിലുമൊക്കെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കണ്ണടച്ചങ്ങ് തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സുപ്രീം കോടതി ബാൻ ചെയ്തതുമാണ്. 2017 സുപ്രീം കോടതി സ്ട്രിക്റ്റായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, ക്യാമ്പയിനിങ് ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ അല്ലെങ്കിൽ കാസ്റ്റ് ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ്. അങ്ങനെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുന്ന ഒരു വ്യക്തി ഇലക്ഷന് മത്സരിക്കാൻ യോഗ്യനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗ്യതയില്ലാത്തവരാണ്. മുക്കിനും മൂലയ്ക്കും ഒക്കെ നിന്ന് ജംഗ്ഷനിലും ഒക്കെ നിന്ന് പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, അവർ മതം ഉപയോഗിക്കുന്നുണ്ടോ എന്ന്. ഒട്ടുമിക്ക എല്ലാവരും ഇപ്പോൾ മതം ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടിട്ടുള്ള എല്ലാ മത്സരാർത്ഥികളും മതം പറഞ്ഞിട്ടാണ്, മതം ഇളക്കിക്കൊണ്ടാണ് ഇവന്മാരെല്ലാം ജയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ആരെ വിശ്വസിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഒരു പാർട്ടിയുടെ പേരോ അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിൻ്റെ പേരോ പറയാൻ എനിക്കറിയത്തില്ല. ഓരോരുത്തരും അവരവരുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് നോക്കുക. നമുക്ക് വോട്ട് ചെയ്യേണ്ട ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടല്ലോ, അവിടെയൊക്കെ നോക്കുക. അവിടെ നിൽക്കുന്ന വ്യക്തികൾ, ഇപ്പോൾ 3 പേരോ 4 പേരോ ഒക്കെ കാണുമല്ലോ സ്ഥാനാർത്ഥികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ടാവും. അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ ആ നാടിനെ അറിയാവുന്ന സ്ഥാനാർത്ഥി ആരാണ് എന്ന് നോക്കുക. അവിടെ ഈ പാർട്ടി നോക്കി ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട് ഒരാൾക്ക് കുത്താതെ ആ നാട്ടിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളിൽ നാടിന് കൂടുതൽ ഗുണം ചെയ്യുന്ന സ്ഥാനാർത്ഥി ആരാണ്, നാടിനെ കൂടുതൽ അറിയാവുന്ന വ്യക്തി ആരാണ്, ജയിച്ചു കഴിഞ്ഞാലും തിരിച്ച് നാട്ടിലേക്ക് വന്ന് നാട്ടിലുള്ളവർക്ക് ഗുണം ചെയ്യുന്ന സ്ഥാനാർത്ഥി ആരാണ് എന്ന് അനലൈസ് ചെയ്യുക. നമ്മൾ തന്നെ സ്വയം റിസർച്ച് ചെയ്യുക, അനലൈസ് ചെയ്യുക. എന്നിട്ട് ഇതിൽ കമ്പയർ ചെയ്തിട്ട് തമ്മിൽ ഭേദം ആരാണോ, തമ്മിൽ ഭേദം തൊമ്മെന്ന് പറഞ്ഞാൽ തമ്മിൽ ഭേദം ആരാണോ അവർക്ക് വോട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സൊസൈറ്റി കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലക്ഷന് എല്ലാ പ്രാവശ്യവും ഒരേ ആൾക്കാർക്ക് തന്നെ, ഒരേ പാർട്ടിക്കാർക്ക് തന്നെ അവസരം കൊടുക്കാതെ ഇരിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് ഒരേ പാർട്ടിക്കാർ തന്നെയാണ് സർക്കാർ രൂപീകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ വലിയ വിഷയങ്ങളുണ്ടാവും. ആ പാർട്ടിക്കാർ കുറച്ചും കൂടി റൂഡാവും, അവർക്ക് കുറച്ചും കൂടി ആറ്റിറ്റ്യൂഡ് വരും, തലക്കനം കൂടും. അവർ വിചാരിക്കും ഞങ്ങൾ എന്ത് ചെയ്താലും അങ്ങ് ജയിക്കുമെന്ന്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ മാറി മാറി ഓരോ പാർട്ടിക്കും അധികാരം കൊടുക്കണം. 5 വർഷം കൂടിയിരിക്കുമ്പോൾ മാറുമ്പോൾ ആ ഒരു അഴിമതിയുടെ ആ ഒരു ചെയിൻ അവിടെ ബ്രേക്ക് ആവും. അങ്ങനെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യണം. അതിനാണ് നമുക്ക് ഈ ഡെമോക്രസി എന്ന് പറയുന്ന അതൊരു സ്വാതന്ത്ര്യമാണ്, നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യത്തെ നമ്മൾ മാക്സിമം വിനിയോഗിക്കുക. ആരാണോ നാടിന് നന്മ ചെയ്യുന്നത് എന്ന് അനലൈസ് ചെയ്തിട്ട് അവർക്ക് കുത്തുക. പാർട്ടി നോക്കാതെ വ്യക്തികളെ നോക്കി കുത്താൻ ശ്രമിക്കുക. മാറി മാറി ആൾക്കാരുടെ കയ്യിൽ അധികാരം കൊടുക്കുക. ഒരേ ആൾക്കാർക്ക് തന്നെ പിന്നെയും സ്ഥാനമാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ അഹങ്കാരികളാകുമെന്ന് മനസ്സിലാക്കുക.